ഫ്രണ്ട്സ്, ശിമച്ചക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കിയല്ലോ. ക്യാമറമാൻ്റെ കൈയാണ് അടിപെട്ടിരിക്കുന്നത്. കറിയാക്കണ്ട. ശിമച്ചക്ക രണ്ടായിട്ട് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെത്തിയെടുക്കുക. നമ്മൾ പിന്നെ ഒരു പാത്രത്തിലൂടെ കുറച്ച് വെള്ളം, ശിമച്ചക്കയും കുറച്ച് കുഞ്ഞുള്ളി, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. ആ സമയത്ത് നമ്മൾ വേറൊരു ചട്ടിയിലെടുത്ത് കുറച്ച് എണ്ണയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി ഈ പരുവത്തിലാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് മസാല മൂപ്പിച്ചെടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശിമച്ചക്ക വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഈ പരുവത്തിൽ വേണം നമുക്ക് സാധനം കിട്ടാൻ. അപ്പോഴത്തേക്കും നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അങ്ങോട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. ഈ സംഭവം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കുഞ്ഞുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് താളിച്ചെടുത്തിട്ട് ഈ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് രാത്രി 12:50 ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയത്. കുറച്ച് പഴങ്കഞ്ഞിലോട്ട് അങ്ങോട്ട് ഇട്ട് കൂട്ടി കുറച്ച് അങ്ങോട്ട് കഴിച്ച് സൂപ്പർ ടേസ്റ്റാണ്.